എൻ്റെ യേശുവിനെ കാണാതെ ഇഹത്തികമായ സുഖം വിട്ടാൽ മതി. കിടന്നു എടുത്തു നിന്നോ സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം കാത്തു സൂക്ഷിക്കാം. മക്കളോടൊപ്പം കത്താനും സൂക്ഷിക്കാനും വളർത്തപ്പെട്ടാനും സാക്ഷ്യം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തും ദൈവോടൊന്ന് മറന്നു തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അടിയങ്ങളെ തലമുറയോളം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. മുന്നേറുന്നുള്ള കാഴ്ചാറ് കേരള സങ്കേതത്തിന്റെ പഞ്ചാബാണ്. ദൈവമേ, ജാതിയിൽ നിന്നെ സ്തുതിക്കും, സകല ജാതികളിൽ നിന്നെ സ്തുതിക്കും, പ്രാർത്ഥനയ്ക്ക് സ്തുതിക്കും. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ സഹോദരന്മാർക്ക് ഉള്ള അവസരമാണ്. ദൈവമാത്രമാത്രമായിരിക്കട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് സാക്ഷിയായി നിൽക്കുവാൻ ദൈവം ഒരുങ്ങിയ കഴിഞ്ഞ ആഴ്ച സാക്ഷി വീഴ്ചയിലും ദൈവം കാത്തു പരിപാലിക്കാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച അടിയൻ തുടർക്കാലം ഇവിടുന്ന് കടന്നു പോകാനിടയായി നാട്ടിലേക്ക് കടന്നുപോയി പ്രിയ സഹോദരനെ കണ്ട് മടങ്ങി വരാൻ അതിനെ സഹായിച്ചു. അതിനുള്ള ആരോഗ്യം ബലമൊക്കെ കെട്ടാൻ മകത്തപ്പെടുകയാണ്. പ്രിയ സഹോദരൻ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഐസിയിലായി. ഐസിയിൽ ഇന്നലെ മാറ്റി റൂമിലേക്ക് ആക്കി എന്ന് പറയാനിടയായി. എങ്കിലും ദൈവ ചുമയും പനിയായൊക്കെ ഭാരപ്പെടുന്നു. ദൈവ പ്രാർത്ഥന വീണ്ടും ചോദിക്കുകയാണ്. പ്രിയമാൻ സുഖം പ്രാപിച്ച് അവന് തനിക്ക് മടങ്ങി പോകാനുള്ള വഴി മുഖാന്തരത്തെ ദൈവം എടുക്കണം. ഓപ്പറേഷനൊക്കെ ഭംഗിയായി ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ കാര്യങ്ങളാണ്. ദൈവമക്കളുടെ പ്രാർത്ഥന ഒരു വലിയൊരു കോട്ടയും ആണല്ലോ. അതുകൊണ്ടാണല്ലോ സാക്ഷ്യം പറയുന്നത്. ദൈവത്തോളം കർത്താവ് സഹായിച്ചു. അതിനെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ചെറിയ 1-2 മാസങ്ങളായി നടുവേദനയാൽ ഭാരപ്പെടുന്നു. അതിനുള്ള സൗഖ്യവും പൂർണ്ണ വിടുതലും പ്രാപിക്കേണ്ടതിന് ദൈവസഭയുടെ പ്രാർത്ഥന വീണ്ടും ചോദിച്ചുകൊണ്ട് പിന്നെ എൻ്റെ കുടുംബത്തെ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് അപേക്ഷിച്ചുകൊണ്ട് ദൈവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വീട്ടിൽ കുറച്ചുകൂടി പണി തരാനുണ്ട്. അതിന് പ്രാർത്ഥന ചോദിക്കുന്നു. പിന്നെ രാവിലെ എന്ത് വാഹനം വാങ്ങണമെന്നുള്ളത് അത് വാങ്ങാൻ സാധിക്കുന്നുണ്ട്. എല്ലാം പ്രാർത്ഥന ചോദിച്ചിരുന്നു. പിന്നെ ചില മാസപത്ര വരണമൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ റീസർവേക്കൊക്കെ സർക്കാരിൻ്റെ അനുവാദം വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്നലെ വരുന്നത് പറഞ്ഞിട്ട് ഞങ്ങളുടെ വെയിറ്റിംഗ് വന്നു. അവർ വന്നതില്ല, മാസപത്രം പോകാൻ പറ്റിയില്ല. ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥന. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ ഒരവസരം കൂടിയായി ദൈവം ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ പല ദിനങ്ങൾ കടന്നുപോയി. ദൈവടിയുടെ ഭവനത്തെ എല്ലാം സൂക്ഷിച്ചു. പ്രിയമുള്ളവരുടെ പ്രാർത്ഥന എനിക്ക് ഒരു കരുതലായിരുന്നു, കാവലായിരുന്നു, ഒരു പിന്തുണയായിരുന്നു. ഞങ്ങൾ തിരിച്ചറിയാനുള്ള ദൈവം സഹായിച്ചു. ആപത്തിൽ അപകടം ജീവിതത്തിൽ വരാமல் ദൈവത്തിൻ്റെ കാവലും കരുതലും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ദൈവങ്ങളെ മുൻപടിയും പിൻപടിയുമായി വെച്ച് എന്നെ പരിപാലിച്ചു. എൻ്റെ ഭവനത്തെ പരിപാലിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചു. എൻ്റെ മൂത്തപുത്രൻ സൗദിയുടെ റിയാദ് പ്രദേശത്തായിരിക്കുന്നു, ജോലിയോടനുബന്ധമായിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. അവൻ്റെ അധ്വാന ഫലങ്ങളൊന്നും ദൃഷ്ടി വെക്കാതെ, അവൻ്റെ കണ്ണിൽ പതിയാതെ, ദൃഷ്ടി നോക്കാതെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ വഴിത്തിരിവായി തീരുവാനല്ല, ഒരു അനുഗ്രഹമായി തീരുവാനല്ല, അവനൊരു അനുഗ്രഹവും അനേകം പേരെ അനുഗ്രഹിക്കുന്നതും അവൻ്റെ കരങ്ങൾ അനേകം പേർക്ക് ആശ്വാസമായിരിക്കാനില്ല വൈദ്യുതി പ്രാർത്ഥിക്കണം. എൻ്റെ ഇളയ കുഞ്ഞ് എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം കോഴ്സ് കഴിഞ്ഞ് ട്രെയിനിങ്ങിനായി വന്നുകൊണ്ടിരിക്കുന്നു. അവനെ പുറത്തുനിന്ന് പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതവും ഏറ്റവും ധന്യമായി തീരുക. ദൈവം അനുഗ്രഹിക്കുന്ന
അനുഗ്രഹപാത്രമായിരിക്കാൻ പ്രാർത്ഥിക്കണം. അടിയുടെ ഭവനം വരും ദിനങ്ങളിൽ എന്നല്ല, ഇത് മുമ്പും ദൈവത്തെ പിന്തുടർന്ന് ദൈവവചനപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭവനമാണ്. അടികൾക്ക് പാസ്റ്റർ ഓർമ്മിച്ചതുപോലെ ഈ കഴിഞ്ഞ 9-ാം തീയതി വെള്ളിയാഴ്ച 12 സെന്റ് സ്ഥലം നമ്മുടെ ചങ്ങലേരി കുമരപുത്തൂർ വില്ലേജിൽ കുമരപുത്തൂർ പഞ്ചായത്തിൽ 24-ാം വാർഡാണെന്ന് ഞാൻ കരുതുന്നു. ഒരു 12 സെന്റ് സ്ഥലം വാങ്ങുവാനും അത് രജിസ്റ്റർ ചെയ്യുവാനും അതിൻ്റെ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാകാതെ കൃത്യമായി ചെയ്യാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി. അതിൻ്റെ പിന്നിലും മുന്നിലും എല്ലാം ദൈവത്തിന്റെ കരങ്ങൾ ചലിച്ചു. അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനെല്ലാം സഹായിച്ചിട്ടുണ്ട്. അതിന്റെ അടികൾക്കൊരു ചെറിയ ആവശ്യമുണ്ടായിരുന്നു, എന്നാലും പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഭാര്യ അതിനെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവങ്ങൾ ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കുവാനും അവ രക്ഷിക്കുവാനും അത് നിങ്ങൾക്ക് അവകാശമാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ പിന്നിൽ പ്രാർത്ഥിച്ചതും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ കാര്യങ്ങൾക്കെല്ലാം വളരെ നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിവരികയില്ല. ദൈവിക സാന്നിധ്യം ഇനി മുൻപോട്ടും പിൻപോട്ടും ഇരിക്കേണ്ടതിന്, മുന്നിലും പിന്നിലും ഇരിക്കേണ്ടതിന് നിങ്ങളുടെ എവിടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. അതിന് നല്ലൊരു ഭവനം പണിയാൻ ആവശ്യമാണ്. അതിന്റെ പിന്നിൽ ധനത്തിന്റെ ആവശ്യമുണ്ട്. അടിയുള്ള അധ്വാന ഫലങ്ങളൊന്നും ദുഷ്ടദൃഷ്ടി വെക്കാതെ, നോക്കാതെ, അവന്റെ കണ്ണു പതിയാതെ ദൈവത്തിന്റെ കാവൽ കരുതലും ദൈവദൂതനെ കൊണ്ടുള്ള കാവൽ കരുതലും ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ഏവരുടെ പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന വിഷയങ്ങളിൽ പ്രാർത്ഥന ഘട്ടങ്ങളിലെല്ലാം എൻ്റെ ഭവനത്തിൻ്റെ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ആലയത്തിനും ദേശത്തിനും ഭവനത്തിനും അനുഗ്രഹമുള്ളവരായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. അപേക്ഷിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ അന്ന് രക്ഷിക്കുന്ന സമയത്ത് ദേവദാസൻ കടന്നു വരാനിടയായി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം വന്നു, എനിക്ക് വേണ്ട പിന്തുണ തന്നു. എൻ്റെ ആവശ്യങ്ങളെല്ലാം ചെയ്യേണ്ട സമയങ്ങളിലെല്ലാം എൻ്റെ കരം കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ല ഉപദേശങ്ങൾ നൽകി, നല്ല അഭിപ്രായങ്ങൾ താൻ മനസ്സിലാക്കി എനിക്ക് വിവരിച്ചു തരുവാൻ ഇടയായിരുന്നു. ഏറ്റവും ധന്യമായ രീതിയിൽ അതിനെ നിവർത്തിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ എൻ്റെ ഭവനത്തെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരത്തിനെടുക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ല സാക്ഷ്യങ്ങളൊക്കെ പറയുവാൻ ദൈവം പ്രിയപ്പെട്ടവരെ സഹായിച്ചല്ലോ. ഒരു നിമിഷം നമ്മുടെ ദൈവസന്നിധാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. സാക്ഷ്യങ്ങൾ പറഞ്ഞ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. അപ്പോൾ തന്നെ ഒരു പാട്ടിന്റെ ചില വരികൾ പാടുകയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനുമുള്ള സമയമാണ്. ആകയാൽ നമുക്കൊരു പാട്ട് പാടി നാമെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുകയും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായുള്ള സമയമാണ്. അതിനുശേഷം ദൈവവചനം നമുക്ക് കേൾക്കുകയും ചെയ്യാം. ഒരു പാട്ടിന്റെ ചില വരികൾ പാടി. ശൈലവുമെന്റെ സംഗീതവും കോട്ടയുമെന്റെ പറയുമേ. ശൈലവുമെന്റെ സംഗീതവും കോട്ടയുമെന്റെ പറയുമേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. കഠിന ശോധന പർവ്വതങ്ങൾ, ജീവിത സാഗരെ പോരാട്ടങ്ങൾ. കഠിന ശോധന പർവ്വതങ്ങൾ, ജീവിത സാഗരെ പോരാട്ടങ്ങൾ. വണ്ടിരമാല പോൽ ആഞ്ഞടിച്ചിടുമ്പോൾ മാറാത്ത നാഥനെ സ്തുതിച്ചിടുന്നു. വണ്ടിരമാല പോൽ ആഞ്ഞടിച്ചിടുമ്പോൾ മാറാത്ത നാഥനെ സ്തുതിച്ചിടുന്നു. കാൽവരി ക്രൂശിൽ എന്റെ പേർക്കാ കൈകാലുകൾ കാണിക്കായി
സഹിച്ചോനേ കൽവരി ക്രൂശിൽ എന്റെ പേർ കൈകാലുകൾ കാണിക്കായി ഏൽപ്പിച്ചോനേ കൺകൾ നിറയുന്നേ ഉള്ളം തുടിക്കുന്നേ രക്തം ചിന്തി എന്നെ വീണ്ടതിനായി കൺകൾ നിറയുന്നേ ഉള്ളം തുടിക്കുന്നേ രക്തം ചിന്തി എന്നെ വീണ്ടതിനായി ശൈലവും എന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ ശൈലവും എന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ മനുഷ്യരിൽ ഞാൻ ആശ്രയം വെക്കില്ല തണത്തിലൻ മനം ചായുകില്ല മനുഷ്യരിൽ ഞാൻ ആശ്രയം വെക്കില്ല തണത്തിലൻ മനം ചായുകില്ല കാഹള ശബ്ദം ഞാൻ കെട്ടിടാൻ കാലമായി കഷ്ടമേറ്റ പ്രിയൻ വന്നിടാ കാഹള ശബ്ദം ഞാൻ കെട്ടിടാൻ കാലമായി കഷ്ടമേറ്റ പ്രിയൻ വന്നിടാ ശൈലവും എന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ ശൈലവും എന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അവിടുന്ന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ സഭായോഗമായി ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ബലം നൽകി തന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗീതങ്ങൾ പാടുവാൻ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ എല്ലാവരുടെ മേലും ദൈവം പകർന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ഞങ്ങൾക്ക് നൽകി തന്നു. അതിലൂടെയുള്ള പ്രബോധന സന്തോഷങ്ങൾ കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചത് ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിന്റെ വചനം പറയുവാൻ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ചത് ഓർത്ത് അവിടുന്ന് നന്ദി പറയുകയാണ്. കർത്താവെ, പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യവായും വചനം കൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവ